നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ICSE 10th സ്റ്റാൻഡേർഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ, മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ ഒന്ന് പരിശോധിക്കാം. ICSEയുടെ പരീക്ഷ അടുത്ത് വരികയാണല്ലോ. മലയാളം പരീക്ഷ 80 മാർക്കിനാണ് ICSEക്ക് ചോദിക്കുക. 3 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് എഴുതാനുള്ള സമയം. സെക്ഷൻ എയിൽ നിന്ന് 40 മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 വരുന്നത് 250 വാക്കുകളിൽ ഒരു ഉപന്യാസം എഴുതുക എന്നുള്ളതാണ് ഒരു ആദ്യ ചോദ്യമായിട്ട് വരുന്നത്. 15 മാർക്കാണ് അതിന്. ക്വസ്റ്റ്യൻ നമ്പർ 2 വരുന്നത് തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് 2 വിഷയങ്ങളുണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു കത്ത് എഴുതുക. അപ്പോൾ ആദ്യത്തേത് ഒരു എസ് എഴുതുക എന്നുള്ള ഒരു ചോദ്യമാണ് 15 മാർക്കിൻ്റേത്. രണ്ടാമത്തേത് 7 മാർക്കിൻ്റെ ഒരു ചോദ്യം, ഏകദേശം 120 വാക്കിൽ ഒരു കത്ത് എഴുതുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 3 ഗദ്യഭാഗം വായിച്ചതിന് ശേഷം ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യമാണ്. അതിന് ഏതാണ്ട് 10 മാർക്കുകളാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഗദ്യഭാഗം വായിക്കുന്ന ചോദ്യം നല്ലപോലെ ഗദ്യഭാഗം വായിച്ചതിന് ശേഷം അതിൽ തന്നിരിക്കുന്ന 5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. ആ 5 ചോദ്യങ്ങൾക്കായിട്ട് 10 മാർക്ക് ലഭിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോകുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് എഴുതുക എന്നുള്ള ചോദ്യങ്ങളാണ്. അതിനകത്ത് ശരിയായ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 4ലെ ഒന്നാമത്തെ ചോദ്യം. ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതാനാണ് രണ്ടാമത്തെ ചോദ്യം. ശരിയായ വിഗ്രഹാർത്ഥം തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അതോടൊപ്പം അതിൽ പഴഞ്ചൊല്ലിൻ്റെ ആശയമായി വരുന്ന ഒരു പദം തിരഞ്ഞെടുക്കുക എന്നൊരു ചോദ്യം ഉണ്ടാവും. പിന്നെ വരുന്നത് കറക്റ്റായിട്ടുള്ള വാക്ക്, കൃത്യമായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക എന്നൊരു ചോദ്യം ഉണ്ടാവും. പിന്നെ ഉണ്ടാകുന്നത് ഉചിതമായ ശൈലി ചേർത്ത് വാക്യം പൂരിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയെ ശൈലി എഴുതുക എന്നുള്ള ഒരു ചോദ്യവും അതിനകത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ സെക്ഷൻ എയിൽ 40 മാർക്കിന് വരുന്നത്. സെക്ഷൻ ബിയിൽ വരുന്ന ചോദ്യങ്ങളിലേക്ക് പോവാം. സെക്ഷൻ ബി നമ്മുടെ പാഠപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് വരുന്നതാണ്. സാഹിത്യ സുരഭിയിലെ കഥകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ആദ്യം 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ വായിച്ചതിന് ശേഷം കഥയിലെ ഓരോ ഭാഗങ്ങളായി നൽകും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ 2 മാർക്ക് ചോദ്യങ്ങൾ, 3 മാർക്ക് ചോദ്യങ്ങൾ, ഇങ്ങനത്തെ ഓർഡറിലാണ് അത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ 5, ക്വസ്റ്റ്യൻ നമ്പർ 6, ക്വസ്റ്റ്യൻ നമ്പർ 7 ഇതെല്ലാം പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നെ 8ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 8ൽ വരുന്നത് നമുക്ക് പഠിക്കാനുള്ള സാകേതം എന്ന നാടകത്തിലെ ചോദ്യങ്ങളാണ്. അതും ഗദ്യഭാഗം കൊടുത്തിട്ടുണ്ടാവും, പാഠഭാഗം കൊടുത്തിട്ടുണ്ടാവും. അത് വായിച്ചതിന് ശേഷം ഒടുവിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ള രീതിയിലായിരിക്കും അതും വരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8ഉം സാകേതത്തിലേതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9ൽ വരുന്ന ചോദ്യങ്ങളും സാകേതത്തിലെ ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10ൽ വരുന്ന ചോദ്യങ്ങളും സാകേതത്തിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ ആകെ 80 മാർക്കാണ്, 3 മണിക്കൂർ സമയമാണ്. 80 മാർക്കിൽ 40 മാർക്ക് മറ്റു ചോദ്യങ്ങളും 40 മാർക്ക് ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ആ മാർക്കുകൾ മുഴുവൻ നമ്മൾ നേടാൻ ശ്രമിക്കണം. അപ്പോൾ ഇതിലെ ആദ്യ ഭാഗത്തെ ചോദ്യങ്ങളിൽ തന്നെ പലപ്പോഴും വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നുള്ള പര്യായം, ശൈലി ചേർത്ത് വാക്യം പൂരിപ്പിക്കുക, പിന്നെ അതുപോലെ ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടിനും സെക്കൻഡ് പാർട്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. 3 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് നന്നായി എഴുതാൻ കഴിയുന്ന സമയ പരിധി ഉള്ളത്, ആ ഒരു 3 മണിക്കൂർ സമയപരിധിക്കുള്ളിൽ നന്നായി എഴുതാൻ കഴിയാവുന്ന ഒരു ചോദ്യപേപ്പറാണ് ICSE നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ പാഠഭാഗങ്ങളെല്ലാം നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉത്തരം എഴുതാൻ കഴിയും. ഇനി ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉപന്യാസം എഴുതേണ്ട ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ വായനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. റീഡിംഗ് ഹാബിറ്റ് കൂടുതലായിട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ നമുക്കറിയില്ല, കത്ത് എഴുതുക എന്നുള്ളതിന് കത്തിൻ്റെയൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഉത്തരം എഴുതാൻ കഴിയും. പിന്നെ ഗദ്യഭാഗം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഗദ്യഭാഗം നന്നായിട്ട് വായിച്ചാൽ അതിലെ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എസ് എഴുതുമ്പോൾ പാരഗ്രാഫ് തിരിച്ചേനെ എഴുതാൻ ശ്രദ്ധിക്കണം. അതിന് ഒരു ഹെഡിങ്ങും കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ICSEയുടെ ഫൈനൽ എക്സാമിൻ്റെ മോഡൽ. അപ്പോൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 80 മാർക്ക് വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചോദ്യപേപ്പർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ.